ടീപ്പോയി മാത്രല്ല നോക്കിയേ കൂളിംഗ് ഗ്ലാസ് വെച്ച ടീപ്പോയിക്കാരൻ എന്തൊരു മൊഞ്ചാ കാണാൻ. കൃഷ്ണന്മാരെ പോലെയുണ്ട്. രണ്ടു കുട്ടികളുടെ അച്ഛനാ. അതിനെന്താ? അതെ അതിനെന്താ? ഒന്നുമില്ല. ഇവരെയൊക്കെ കാണുമ്പോഴാ നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ എടുത്ത് കെറ്റിലിടാൻ തോന്നുന്നത്. ഫേസ്ബുക്കിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വീണത് പോരെ. പൊക്കോളൂ, അധികം നിക്കണ്ട. നീയും കാണുന്നുണ്ടോ? എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ ഞാൻ അപ്പുറത്തുണ്ടാവും. പിന്നെ 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 ഒന്നുമില്ല. ഇല്ലേ? ഇല്ല. അത് ഈ കല്ലാസിലുണ്ട്. കല്ലാസോ? കാണാതെ പറയണം. ദൈവേ, കാണാതെ പറയണം. സ്വാഗതം പറയാനായി ശ്രീമതി സുഷമ്മയെ ക്ഷണിച്ചോളൂ. സുഷമ്മ അല്ലേ സുഷമ്മ? പറ 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 പറ. അതല്ല, സ്വാഗതം പറ. അറ്റത്ത് നിൽക്കുന്ന മധ്യക്ഷ, മധ്യത്തിൽ നിൽക്കുന്ന അധ്യക്ഷ, മറ്റു വിവിധ തത്വങ്ങളെ. തത്വങ്ങളോ? വാവിട്ട് പോയതാ, കഴിവിട്ട് പോകാതെ നോക്ക്. ഒരു തിരുത്തന്റെ വ്യക്തിത്വങ്ങളെ ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എന്റെ നന്ദി നമസ്കാരം. സ്വാഗതം പറ. സ്വാഗതം. ഇനി അധ്യക്ഷ പ്രസംഗത്തെ പ്രസംഗിക്കാൻ വിളിക്കുന്നു. അയ്യോ, എനിക്കിനി അത് പറ്റില്ല. ഞാൻ രണ്ടു പറ്റണോ? അതല്ല, പ്രസംഗിക്കാനാണ് വിളിച്ചത്. അതാണെങ്കിൽ എനിക്ക് പറ്റത്തില്ല. അധ്യക്ഷ പ്രസംഗയെ പ്രസംഗിക്കാൻ വിളിക്കുന്നു. പോവല്ലേ പോവല്ലേ. എല്ലാവർക്കും നമസ്കാരം. പ്രകടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ടിയ അകൽച്ചയിലാണെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര വളരെ ശക്തമായിരുന്നു എന്ന് വേണം കരുതാൻ. ഈ പെണ്ണുമ്പോൾ എന്തെന്നൊക്കെ പറയുന്നേ? നിഷേ, പാർട്ടി ക്ലാസ്സിൽ അല്ല, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജുകൾ നീ കൃത്യമായിട്ട് വായിക്കാത്തത് കൊണ്ടാണ് നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തത്. ബാക്കി പറ, ബാക്കി പറ. എന്ത് പറയാന്? കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതിനെ പറ്റി പറ. ഈശ്വര, കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. എന്നാ പിന്നെ വിമാനം തട്ടിക്കൊണ്ടുപോകുന്നതിനെ പറ്റി പറ. വിമാനം ആരും തട്ടിക്കൊണ്ടു പോകരുത്. അത് സ്ത്രീത്വത്തിനെതിരാണ്. ഹലോ, ഗസ്റ്റ് വരാൻ വഴിക്കും. കുറച്ച് വലിച്ചോ വലിച്ചോ വലിച്ചോ. എന്ത് വലിക്കാൻ? പ്രസംഗം വലിക്കാൻ. ഇനി വലിച്ചാൽ ഞാൻ പൊട്ടിപ്പോവും. എനിക്ക് വയ്യ. കുറച്ചു നേരം സിനിമയെ കുറിച്ച് പറ. ഈ സിനിമാ നടന്മാർക്കും നടിമാർക്കും ഒക്കെ ഭയങ്കര ജാടയാണ്. ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അമ്പലത്തിൽ വെച്ചൊക്കെ ഒരു സെൽഫി ചോദിച്ചാൽ സമ്മതിക്കൂല. കഥ പറയാൻ വിളിച്ചാലാണെങ്കിൽ ഫോൺ എടുക്കത്തേ ഇല്ല. ഉദ്ഘാടനത്തിന് കൃത്യസമയത്ത് വരത്തില്ല. നടന്മാർ നടികൾക്ക് വേണ്ടത്ര പരിഗണന നൽകുന്നില്ല, ബൂസ്റ്റ് ചെയ്യുന്നില്ല. മലയാളത്തിലെ ഒരു പ്രധാന കഥാപാത്രം സ്ത്രീ കഥാപാത്രത്തെ ധ്വംസിക്കുന്ന തരത്തിൽ ഡയലോഗ് പറയുന്നുണ്ട്. പേര് പറ, പേര് പറ. എന്റെ പേര് മൃണാളിനി. നിന്റെ പേരല്ല, ധ്വംസിച്ച സിനിമയുടെ പേര് പറ. അതായത് ഒരു കശപിശ എന്നുള്ള പേര്. എനിക്ക് ഓർമ്മയില്ല. അടുത്തതായിട്ട് ചിമ്മിനിയുടെ ഒരു പാട്ടാണ്. മതി. അടുത്തതായി ചിമ്മിനിയുടെ തനി നാടൻ പാട്ട്. ഞാൻ ഫോൺ പാട്ടാ പാടുന്നത്. നിങ്ങൾ പാടുമ്പോൾ നാടൻ ആയിക്കോളൂല്ലോ. അപ്പൊ പാടിക്കോ. Chole
ഞാനൊരു അല്പം താമസിച്ചു പോയി. ഇതെന്താ വീണ് കിടക്കുന്നത്? ഞാൻ JCB വിളിക്കാം. അയ്യോ വേണ്ട പാടും. അന്ന് പിന്നെ അവിടെ കിടക്കട്ടെ. സ്ത്രീ ശാക്തീകരണത്തെ പറ്റി 2 വാക്ക്. നമ്മുടെ സമൂഹത്തിന്റെ അടിത്തറ തന്നെ സ്ത്രീയാണ്. സ്ത്രീയെയും പുരുഷനെയും നമ്മൾ 2 തട്ടിൽ കാണരുത്. സ്ത്രീയില്ലാതെ പുരുഷനില്ല, പുരുഷനില്ലാതെ സ്ത്രീയുമില്ല. സ്ത്രീ അമ്മയാണ്, സഹോദരിയാണ്. സ്ത്രീ ആരാധിക്കപ്പെടേണ്ടവളാണ്, ആക്രമിക്കപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യേണ്ടവളല്ല. പുരുഷ സമൂഹം ആദ്യം പഠിക്കേണ്ടത് സ്ത്രീയെ ബഹുമാനിക്കണം. എന്ത് നല്ലൊരു മനുഷ്യനല്ലേടി. ശരിയാ. എന്തായി ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല, ഞാൻ പുറത്തോട്ട് ജോലിയിലായിരിക്കും എന്നെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഇന്നലെ കിട്ടിയൊന്നും പോരല്ലേ? ഞാൻ അങ്ങോട്ട് ഭാര്യയെ കാണിച്ചുതരാം. ഞാൻ അങ്ങോട്ട് പറയുന്ന കേട്ടാൽ മതി, മനസ്സിലായോ? ഞാനാണ് നിന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത്, നീ എന്നെ കല്യാണം കഴിച്ചല്ല. അതാദ്യം നീ മനസ്സിലാക്കണം. എടി ആണുങ്ങളോട് നീ കളിക്കരുത്. ആണുങ്ങൾ നിനക്ക് അറിയില്ല, അടിച്ചതിന്റെ ചെപ്പൊക്കെ ഞാൻ പൊളിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഉദ്ഘാടനത്തിന് ഇത്രയും നല്ലൊരു ഏരിയ കിട്ടുമെന്ന് വിചാരിച്ചില്ല.